വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു KC's ക്ലാസ്സസ്. KC's ക്ലാസ്സസിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദിസ് ഇസ് കിരൺ CS. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി MCOM തേർഡ് സെമസ്റ്റർ എക്സാംസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. നാളെ നടക്കാൻ പോകുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തിയറി പേപ്പറാണ് റിസർച്ച് മെത്തഡോളജി. ഈ ഒരു സബ്ജക്റ്റിൻ്റെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിൻ്റെ വീഡിയോസ്, ദെൻ ഉറപ്പായും പ്രതീക്ഷിക്കുന്ന ഓരോ പാർട്ടിലുള്ള വീഡിയോസ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ, ഇതൊക്കെ നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ടുള്ളതാണ്. സ്മാർട്ട് സ്റ്റഡിക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്ക് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. ദെൻ നമ്മൾ എല്ലാ പ്രാവശ്യം ചെയ്യുന്ന പോലെ തന്നെ ലാസ്റ്റ് ഡേ എക്സാമിനേഷൻ ടിപ്സ് ആണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ പഠിക്കുന്ന കുട്ടികൾക്ക് ഏറ്റവും ഹെൽപ്ഫുൾ ആയിരിക്കും ഇതിൽ പറയുന്ന കാര്യങ്ങൾ. ഓക്കെ, സോ നമുക്ക് എന്തായാലും വീഡിയോയിലോട്ട് പോകാം. വീഡിയോയിലോട്ട് പോകണേക്കാൾ മുമ്പ് പറയാനുള്ളത്, നമ്മുടെ സ്ഥാപനം MCOMന് ഓൺലൈനായിട്ട് കോച്ചിങ് പ്രൊവൈഡ് ചെയ്യുന്ന സ്ഥാപനമാണ്. സോ 4th സെമസ്റ്ററിലത്തെ ക്ലാസ്സസ് ആണ് നമ്മൾ നെക്സ്റ്റ് പ്രൊവൈഡ് ചെയ്യുന്നത്. തേർഡ് സെമസ്റ്റർ എക്സാംസ് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. സോ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിച്ച് നല്ല മാർക്ക് മേടിക്കാൻ താല്പര്യമുള്ള കുട്ടികൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം, ക്ലാസ്സസ് ആക്സസ് ചെയ്യാം. ഓക്കെ, സോ നമുക്ക് എന്തായാലും വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ റിസർച്ച് മെത്തഡോളജി പേപ്പറിൻ്റെ പ്രത്യേകത ഞാൻ ഇതിനേക്കാൾ മുമ്പുള്ള വീഡിയോസിൽ മെൻഷൻ ചെയ്തിട്ടുള്ളതാണ്. 30% പ്രോബ്ലംസും അതുപോലെ തന്നെ 70% തിയറിയാണ് വരുന്നത്. സോ ഈ പ്രോബ്ലം വരുന്നത് എസ്സേക്ക് 3 തിയറി, ഒരു പ്രോബ്ലം വരുന്നുണ്ട്. ദെൻ നമുക്ക് 3 വെയിറ്റേജിൽ 2 പ്രോബ്ലം വരെ കണ്ടുവരാറുണ്ട്. ടോട്ടല് അങ്ങനെ ഒരു 11 വെയിറ്റേജ് അതിനാണ് പ്രോബ്ലംസ് കണ്ടുവരാറ്. സോ പ്രോബ്ലംസ് പഠിച്ച് കഴിഞ്ഞിട്ടുള്ള കുട്ടികൾ അതിലോട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുക. പ്രോബ്ലം അറിയാത്തവർ വെറുതെ ലാസ്റ്റ് മൊമെൻറ്റിൽ അതിലോട്ട് പോയി സമയം കളയരുത്. ദെൻ ചില സമയത്ത് കോറിലേഷൻ്റെ പ്രോബ്ലംസ് വരാറുണ്ട്, വളരെ ഈസിയാണ്. അതുപോലെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാൽക്കുലേഷനൊക്കെ വരാറുണ്ട്, വാരിയൻസ്. ഇതൊക്കെ അധികം സമയം വേണ്ട പഠിക്കാൻ. സോ ഇതിനുള്ള ടൈമുള്ളവർ അതൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചോ. ചിലപ്പോൾ SCQ ഒക്കെ കോറിലേഷൻ വരാണെങ്കിൽ ഫുൾ മാർക്ക് അടിക്കാൻ സാധിക്കും. അതല്ലാണ്ടുള്ള ഇപ്പോൾ ടി ടെസ്റ്റ് അങ്ങനത്തെ അനോവ പിന്നെയും കമ്പാരിറ്റീവ്ലി ഈസിയാണ്. അനോവ SCQ വരാറുള്ളതാണ്. അപ്പോൾ അങ്ങനെ ഓൾറെഡി നമുക്ക് QTയിലൊക്കെ പഠിച്ചിട്ടുള്ള ഓർമ്മയുള്ള ആൾക്കാരാണെങ്കിൽ പെട്ടെന്നൊന്ന് നോക്കി SCQ ഒക്കെ വരാണെങ്കിൽ അത് യൂസ്ഫുൾ ആയിരിക്കും, ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. അതല്ലാത്ത കുട്ടികളെ ലാസ്റ്റ് മൊമെൻറ്റിൽ പ്രോബ്ലത്തിലോട്ട് പോയി സമയം കളയരുത്. ഇപ്പോൾ പ്രോബ്ലം മിസ് ചെയ്താലും അവിടെ തിയറി നിങ്ങൾക്ക് അപ്പുറത്തുണ്ട് കേട്ടോ. ഓക്കെ, നേരെ മറിച്ച് പ്രോബ്ലം അറിയുന്ന കുട്ടികൾ അതിലോട്ടൊന്ന് കൈവച്ചോ, ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. ഇതാണ് ആദ്യം പറയാനുള്ള ഒരു കാര്യം. ഓക്കെ, ഇനി നമ്മളെപ്പോഴും പറയുന്ന പോലെ തന്നെ ലാസ്റ്റ് മൊമെൻറ്റിൽ പഠിക്കുന്ന കുട്ടികൾക്ക് പാസ് ആകാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത് എപ്പോഴും പറയുന്ന ആ പാർട്ട് എയും പാർട്ട് സിയും തന്നെയാണ്. ദെൻ പാർട്ട് സിയിൽ അതുപോലെ തന്നെ പാർട്ട് എയിൽ ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ആയിട്ട്, എസ്പെഷ്യലി ഈ ഒരു സബ്ജക്റ്റിൻ്റെ പ്രത്യേകത വെച്ചിട്ട് കുട്ടികൾക്ക് സപ്പോർട്ടീവായിട്ട് വരുന്ന കുറച്ച് ചോദ്യങ്ങളുണ്ട്. എസ്പെഷ്യലി റിസർച്ച് എന്ന് പറയുന്ന ആദ്യത്തെ ഇൻട്രോ ഏരിയയിൽ നിന്ന് റിസർച്ചിൻ്റെ പ്രോസസ്സ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റിസർച്ച്, അതിൻ്റെ സിഗ്നിഫിക്കൻസ്, ഇങ്ങനെയുള്ള കുറച്ച് ചോദ്യങ്ങളാണ് ഏറ്റവും കൂടുതൽ കണ്ടുവരാറ്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റിസർച്ചിൽ ഏതെങ്കിലും 1-2 പലപ്പോഴും ചോദിക്കാറുള്ളതാണ്. ദെൻ നിങ്ങൾ ഏറ്റവും ലാസ്റ്റ് മൊമെൻറ്റിൽ പഠിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട 1-2 ഏരിയാസ് എന്ന് പറയുന്നത് എടുത്ത് പറയാണ്. നമ്പർ 1, സാമ്പിളിംഗ്. വളരെ ഈസിയാണ്, ഒരുപാട് ചോദ്യങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം. സാമ്പിളിംഗ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സാമ്പിളിംഗ് നിർബന്ധമായും പഠിച്ചിരിക്കണം. പലപ്പോഴും സാമ്പിളിങ്ങിൽ ഏതെങ്കിലും ഒരെണ്ണം ഡിഫറെൻറ്റ് ടൈപ്സിൽ വരുന്നത് കോട്ടയോ സ്നോബോളോ ആക്സിഡൻ്റൽ സാമ്പിളിങ്ങോ ഇങ്ങനെയുള്ള പല സാമ്പിളിംഗ് ഉണ്ട്, സ്ട്രാറ്റിഫൈഡ്. ഇതൊക്കെ പലപ്പോഴും 2 വെയിറ്റേജിലും 3 വെയിറ്റേജിലും SCQ വരുന്നതാണ്. ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യരുത്. സാമ്പിളിംഗ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സാമ്പിൾ ഫ്രെയിം, ഈ സാമ്പിൾ സ്പേസ്, സാമ്പിൾ സ്പേസ്, അതുപോലെ തന്നെ സൈസ്, യൂണിറ്റ് റിപ്പീറ്റ് ആണ്. പോപ്പുലേഷൻ എന്താണ്, സെൻസസ് എന്താണ്, സെൻസസ് സർവേ, കേസ് സ്റ്റഡി എന്താണ്, എക്സ്പെരിമെൻ്റൽ സ്റ്റഡി എന്താണ്, ഇതൊക്കെ റിപ്പീറ്റ് ആയിട്ട് വരുന്ന. സെൻസസ് സ്റ്റഡി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, കേസ് സ്റ്റഡി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, മാറി മാറി വരുന്നതാണ്. അതുപോലെ തന്നെ ഈസി ആയിട്ടുള്ളതും സ്കോർ ചെയ്യാൻ സാധിക്കുന്നതുമായിട്ടുള്ള മറ്റൊരു ഏരിയ ആണ് ഈ പറയുന്ന ഡാറ്റ, സോഴ്സസ് ഓഫ് ഡാറ്റ, പ്രൈമറി, സെക്കൻഡറി നോക്കിയിരിക്കണം. ഒബ്സർവേഷൻ എന്താണ്, അതുപോലെ തന്നെ ക്വസ്റ്റ്നെയർ, ഷെഡ്യൂളും ക്വസ്റ്റ്നെയറും തമ്മിലുള്ള ഡിഫറൻസ് റിപ്പീറ്റ് ആയിട്ടുള്ള ചോദ്യങ്ങളിൽ വരുന്ന മറ്റൊരു ഏരിയ ആണ്. ദെൻ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് ഹൈപ്പോത്തസിസ്. ഹൈപ്പോത്തസിസ് എന്താണ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഹൈപ്പോത്തസിസ്, നള്ള്, ഓൾട്ടർനേറ്റീവ് നിർബന്ധമായി നോക്കിയിരിക്കണം. വാരിയബിൾസ് എന്താണ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് വാരിയബിൾസ്. പലപ്പോഴും വാരിയബിൾസിൽ ഏതെങ്കിലും ഒരെണ്ണം ചോദിക്കാറുണ്ട്. ഇൻഡിപെൻഡൻറ്റ്, ഡിപ്പെൻഡൻറ്റ്, എക്സ്ട്രേനിയസ്, മോഡറേറ്റ് നോക്കിയിരിക്കണം.
വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു ഏരിയയാണ് മെഷർമെന്റ് ഓഫ് സ്കെയിൽ. ഓർഡിനല്, നോമിനല്, ഇന്റർവെല്, റേഷ്യോ നോക്കിയിരിക്കണം. എസ്ഐക്കും വരാറുണ്ട്, 2 വെയിറ്റേജ് 3 വെയിറ്റേജ് ചോദ്യങ്ങളിലും വരാറുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കുറച്ച് ഏരിയാസ് ഇല്ലേ, ഇതിലേക്ക് കൂടുതൽ നിങ്ങൾ ഫോക്കസ് ചെയ്തിരിക്കണം. പിന്നെ മെൻഷൻ ചെയ്യാനുള്ളതാണ്, ലാസ്റ്റ് ചാപ്റ്ററിലോട്ടൊക്കെ വരണ സമയത്ത് കണ്ടന്റ്സ് ഓഫ് കണ്ടന്റ്സ് ഓഫ് റിസർച്ച് റിപ്പോർട്ട്, ദെൻ പ്ലേജറിസം എന്താണ്, റെഫറൻസ് സ്റ്റൈൽ എന്താണ്, ലാസ്റ്റ് ചാപ്റ്ററിൽ നിന്ന് റിപ്പീറ്റ് ആയിട്ട് കണ്ടുവരാറുള്ള 1-2 കാര്യങ്ങളാണ്. അതുപോലെ തന്നെ നമുക്ക് ആദ്യത്തെ ചാപ്റ്ററുകളിൽ കുറച്ച് ലെങ്തി ആണെങ്കിലും ചില കൺസെപ്റ്റുകൾ നോക്കിയിരിക്കണം. ഇപ്പം ലിറ്ററേച്ചർ സർവേ, തിയറട്ടിക്കൽ ഫ്രെയിംവർക്ക്, റിസർച്ച് പ്രോബ്ലം, ഇത് 3ഉം എങ്ങനെയാണ് റിസർച്ചിന് ഹെൽപ്പ് ചെയ്യുന്നത് എന്നുള്ള ചോദ്യങ്ങൾ പലപ്പോഴും വരാറുള്ളതാണ്. അപ്പോൾ 2 വെയിറ്റേജിൻ്റെ ഞാൻ എപ്പോഴും പറയുന്നതാണ്, 7 എണ്ണത്തിൽ ഒരു 4 എണ്ണം കിട്ടാൻ ഞാൻ ഈ പറഞ്ഞ ചോദ്യങ്ങൾ നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ആയിട്ടുള്ളത് പലപ്പോഴും ഞാൻ മെൻഷൻ ചെയ്തിട്ടുള്ളതാണ് ഇതൊക്കെ. അപ്പോൾ ഒരു 4 എണ്ണം വലിയ കുഴപ്പമില്ലാണ്ട് തന്നെ എഴുതി കഴിഞ്ഞാൽ നമുക്ക് വെയിറ്റേജ് ഒരു മാക്സിമം 24 വെയിറ്റേജ് വരെ സ്കോർ ചെയ്യാൻ സാധിക്കും. എസ്എ 2 എണ്ണം ഞാൻ ഈ പറഞ്ഞ ചോദ്യങ്ങൾ നോക്കിയാൽ തന്നെ കിട്ടും. റിലയബിലിറ്റി, വാലിഡിറ്റി, ഇൻഡക്ഷൻ, ഡിഡക്ഷൻ, ഇതൊന്നും സ്കിപ്പ് ചെയ്യരുത് കേട്ടോ. അപ്പോൾ എസ്എയിൽ പലപ്പോഴും റിപ്പീറ്റ് ആയിട്ട് വരുന്ന ചോദ്യങ്ങളാണ് ഞാൻ നേരത്തെ മെൻഷൻ ചെയ്ത് പറഞ്ഞത്. റിസർച്ച് പ്രോസസ്സ്, ഈ പറഞ്ഞ സാമ്പിളിങ്, റിസർച്ച് ഡിസൈൻ, ഇതൊക്കെ മാറി മാറി വരാറുള്ളതാണ്. ഹൈപ്പോത്തിസിസ് റിപ്പീറ്റ് ആണ്. അപ്പോൾ പ്രൈമറി, സെക്കൻഡറി ഡാറ്റ ഇതൊക്കെ റിപ്പീറ്റ് ആണ്. അപ്പോൾ ഇതൊക്കെ നോക്കിയാൽ അതിൽ നിന്ന് പലപ്പോഴും 2 എണ്ണം കിട്ടാൻ ഒരു പാടും വരാറില്ല. അപ്പോൾ ഈ 2 ഏരിയാസ് നോക്കിക്കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് പാസ്സാകാൻ സാധിക്കുന്നതാണ്. അതിനുശേഷം പാർട്ട് ബിയിൽ ഈ പറഞ്ഞ പല ചോദ്യങ്ങളും മാറി മാറി വരുന്നതാണ്. അതുകൂടി നിങ്ങൾക്ക് അറിയുന്ന പോലെ എല്ലാ ചോദ്യങ്ങളും അറ്റൻഡ് ചെയ്യാൻ സാധിക്കുമെങ്കിൽ നിങ്ങൾ നിർബന്ധമായും പുഷ്പം പോലെ പാസ്സായിരിക്കും, ഒരു പ്രശ്നവും വരില്ല. ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ ഒരു സബ്ജക്റ്റിനെ അപ്രോച്ച് ചെയ്യുമ്പോൾ ലെങ്തിയാണ്, അതുകൊണ്ട് തന്നെ വലിച്ചു വാരി പഠിക്കരുത്. ഞാൻ ഈ പറഞ്ഞ ഏരിയാസൊക്കെ മിനിമം നിങ്ങൾ ഫോക്കസ് ചെയ്ത് പോയിരിക്കണം. ആദ്യത്തെ ഏരിയാസൊക്കെ നോക്കുമ്പോൾ ഒരുപാടുണ്ട്, ബട്ട് അതിൽ നിന്ന് വരുന്ന ചോദ്യങ്ങൾ വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ പെറുക്കി പഠിക്കണം. ഏറ്റവും കൂടുതൽ വരുന്ന ആ ഏരിയാസ് പരമാവധി കവർ ചെയ്യാൻ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. ബിക്കോസ് ആദ്യത്തെ ഏരിയ നോക്കി വരുമ്പോൾ അതിൽ നിന്ന് വരുന്ന ചോദ്യം വളരെ കുറവാണ്. ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വരുന്ന ഈ പറഞ്ഞ ഡാറ്റ കളക്ഷൻ, സാമ്പിളിങ്, പിന്നെ ഹൈപ്പോത്തിസിസ്, അനാലിസിസ് ഓഫ് ഡാറ്റ, മൾട്ടിവാരിയേറ്റ് ഫാക്ടർ അനാലിസിസ്, അങ്ങനത്തെ കാര്യങ്ങൾ, ഇന്റർപ്രിട്ടേഷൻ, ടാബുലേഷൻ, കോഡിങ്, ഇതൊക്കെ എന്താന്നുള്ളത് ചോദിക്കാം. ദെൻ ലാസ്റ്റ് മൊഡ്യൂള്. അങ്ങനെ പ്രയോറിറ്റൈസ് ചെയ്ത് എങ്ങനെയാണ് പഠിക്കേണ്ടത് എന്നുള്ളത് ഞാൻ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിൻ്റെ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ അങ്ങനെ പഠിക്കുക. അതിനുശേഷം ആദ്യത്തെ മൊഡ്യൂളിലോട്ടൊക്കെ പോകുമ്പോൾ റിപ്പീറ്റ് ആയിട്ട് വരുന്ന കാര്യങ്ങൾ നിങ്ങൾ ഫോക്കസ് ചെയ്യുക. നിങ്ങൾക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. പ്രോബ്ലം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഓൾറെഡി ചെയ്ത് പഠിച്ച് ഒരു ടച്ചുള്ള കുട്ടികൾ നോക്കാതെ അല്ലാത്തവർ സ്കിപ്പ് ചെയ്താലും ഒരു ഇഷ്യൂ വരാറില്ല. ഓക്കെ, ഈസി ആയിട്ടുള്ള പ്രോബ്ലം കയ്യിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ കോറിലേഷനൊക്കെ എന്തായാലും അറ്റൻഡ് ചെയ്യുക. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാണുക, അങ്ങനത്തെ ചോദ്യങ്ങളൊക്കെ വരാണെങ്കിൽ. ഓക്കെ, അപ്പോൾ നാളത്തെ എക്സാം നമുക്ക് ടാക്സിൻ്റെ ഒരു വിഷമം തീർത്ത് നല്ലൊരു പേപ്പർ ആകാൻ പ്രാർത്ഥിക്കാം. ബിക്കോസ് FM നല്ലൊരു പേപ്പറായിരുന്നു, ടാക്സ് കുറച്ച് ടഫാക്കി അവരെ. ഇനി മെത്തഡോളജി എങ്ങനെയായിരിക്കും എന്നുള്ളത് നമുക്ക് അറിയില്ല, നാളെ വരുമ്പോൾ തന്നെയാണ് അറിയുള്ളൂ. എന്നാലും എനിക്ക് പറയാനുള്ളൊരു കാര്യം, കഴിഞ്ഞ 2-3 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേൺ അല്ല അവർ ഇട്ട് കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ചെറിയൊരു വ്യത്യാസം ക്വസ്റ്റ്യൻ പേപ്പറിലെ പാറ്റേണിൽ വന്നു കഴിഞ്ഞാൽ അതിന് അത്ഭുതമില്ല എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. കാരണം 2 പേപ്പർ കഴിഞ്ഞതും ഇതിനേക്കാൾ മുമ്പ് കഴിഞ്ഞ 3 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ റിപ്പീറ്റ് അല്ല വന്നിട്ടുള്ള പല കാര്യങ്ങളും. ക്വസ്റ്റ്യൻസ് പലതൊക്കെ ഉണ്ട് എങ്കിലും പാറ്റേണിലൊരു വ്യത്യാസം അവർ കൊണ്ടുവന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതൊന്നും മനസ്സിൽ നിങ്ങളുടെ ഉണ്ടായിരിക്കണം കേട്ടോ. ഓക്കെ, സോ നല്ല രീതിയിൽ നാളത്തെ എക്സാം എഴുതുക. പിന്നെ എപ്പോഴും പറയുന്ന പോലെ തന്നെ ഫുൾ ടൈം എക്സാമുകളിൽ സ്പെൻഡ് ചെയ്യുക, എല്ലാ ചോദ്യങ്ങളും അറ്റൻഡ് ചെയ്യുക. സ്പേസ് വേണം അവർക്ക് മാർക്ക് ഇടാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ ഈസിയസ്റ്റ് ആയിട്ട് കവർ ചെയ്യാൻ സാധിക്കുന്ന ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ കവർ ചെയ്യുക. അതിൽ നിന്നൊക്കെ ചോദ്യങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം. സോ നല്ല രീതിയിൽ എക്സാം എഴുതാം. ഓൾ ദി വെരി ബെസ്റ്റ്. നാളെ എക്സാം കഴിഞ്ഞ് എക്സാം റിവ്യൂ ആയിട്ട് വീണ്ടും കാണാമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ CS സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.